ചാർലി ചാപ്ലിൻ ഒരു പ്രശസ്ത ഇംഗ്ലീഷ് നടനും ചലച്ചിത്ര നിർമ്മാതാവുമായിരുന്നു. ചാർലി ചാപ്ലിൻ സ്വയം നിർമ്മിച്ച് സംവിധാനം ചെയ്ത് അഭിനയിച്ച നിശബ്ദ ചിത്രങ്ങളും അവയിലെ ചാപ്ലിൻ്റെ അഭിനയവും ലോകപ്രശസ്തമാണ്. 5-ാം വയസ്സു മുതൽ അഭിനയിച്ചു തുടങ്ങിയ ചാർലി ചാപ്ലിൻ 80-ാം വയസ്സുവരെ അഭിനയ രംഗത്ത് തുടർന്നു. ചാപ്ലിൻ ഏറ്റവും കൂടുതൽ തവണ അവതരിപ്പിച്ചത് ട്രാംപ് എന്ന കഥാപാത്രമായിരുന്നു. ജാക്കറ്റും വലിയ പാൻറ്റും ഷൂസും കറുത്ത തൊപ്പിയും ധരിച്ച ട്രാംപ് നല്ല മനസ്സും നല്ല ശീലങ്ങളുമുള്ള ഒരു കഥാപാത്രമായിരുന്നു. ചാൾസ് സ്പെൻസർ ചാപ്ലിൻ 1889 ഏപ്രിൽ 16 ഹന്ന ചാപ്ലിൻ്റെയും ചാൾസ് ചാപ്ലിൻ സീനിയറിൻ്റെയും മകനായി ജനിച്ചു. 1891 ചാപ്ലിൻ്റെ മാതാപിതാക്കൾ വേർപിരിഞ്ഞു. ചാപ്ലിൻ്റെ ബാല്യകാലം ദാരിദ്ര്യവും പ്രയാസങ്ങളും നിറഞ്ഞതായിരുന്നു. ലണ്ടൻ ജില്ലയായ കെന്നിംഗ്ടണിൽ അമ്മയ്ക്കും സഹോദരൻ സിഡ്നിക്കുമൊപ്പമായിരുന്നു ചാപ്ലിൻ്റെ ആദ്യകാലം. ഇടയ്ക്കിടെയുള്ള നഴ്സിംഗും ഡ്രസ് മേക്കിങ്ങും അല്ലാതെ ഹന്നയ്ക്ക് വരുമാന മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചാപ്ലിൻ സീനിയർ സാമ്പത്തിക പിന്തുണ നൽകിയില്ല. സ്ഥിതി വഷളായപ്പോൾ ചാപ്ലിന് 7 വയസ്സുള്ളപ്പോൾ ലംബത്ത് വർക്ക് ഹൗസിലേക്ക് അയച്ചു. കൗൺസിൽ അദ്ദേഹത്തെ സെൻട്രൽ ലണ്ടൻ ഡിസ്ട്രിക്ട് സ്കൂളിൽ പാർപ്പിച്ചു. അത് ചാപ്ലിൻ ഒരു നിർഭാഗ്യകരമായ അസ്തിത്വം എന്നോർത്തു. ചാപ്ലിൻ ആദ്യമായി അഭിനയിച്ചത് 5-ാം വയസ്സിൽ ആയിരുന്നു. 1894 ഒരു സംഗീതവേദിയിൽ തൻ്റെ അമ്മയ്ക്ക് പകരം ചാപ്ലിൻ അഭിനയിച്ചു. ചാപ്ലിൻ ഒരു കുട്ടിയായിരുന്നപ്പോൾ രോഗബാധിതനായി ആഴ്ചകളോളം കിടപ്പിലായിരുന്നു. അപ്പോൾ രാത്രികളിൽ ചാപ്ലിൻ ജനാലയ്ക്കൽ അരികിലിരുന്ന് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ചാപ്ലിൻ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുമായിരുന്നു. ചാപ്ലിൻ്റെ ആദ്യത്തെ എടുത്തു പറയാനാവുന്ന അഭിനയം ചാപ്ലിൻ ഇംഗ്ലീഷ് നാടക കമ്പനിയായ ദി 8 ലങ്കാഷെയർ ലാഡ്സിൽ ചേർന്നപ്പോഴായിരുന്നു. 1900 ചാപ്ലിൻ്റെ സഹോദരനായ സിഡ്നി ചാപ്ലിനെ സിൻഡ്രല്ല എന്ന മൂകനാടകത്തിൽ ഒരു ഹാസ്യ പൂച്ചയുടെ വേഷം ലഭിക്കുവാൻ സഹായിച്ചു. 1903 ജിം എ റൊമാൻസ് ഓഫ് കോക്കെയിൻ എന്ന നാടകത്തിൽ ചാപ്ലിൻ അഭിനയിച്ചു. ചാപ്ലിൻ കേസിയുടെ കോർട്ട് സർക്കസ് എന്ന വെറൈറ്റി ഷോവിൽ അംഗമായി. അടുത്ത വർഷം ചാപ്ലിൻ ഹൊയഡ് കാർനോയുടെ ഫൺ ഫാക്ടറി കോമഡി കമ്പനിയിൽ അംഗമായി. രണ്ടാമത്തെ അമേരിക്കൻ പര്യടനത്തിന് 6 മാസം കഴിഞ്ഞ് ന്യൂയോർക്ക് മോഷൻ പിക്ചർ കമ്പനിയിൽ ചേരാൻ ചാപ്ലിന് ക്ഷണം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ കണ്ട ഒരു പ്രതിനിധി കരുതി വിട്ടുപോകാൻ ഉദ്ദേശിച്ചിരുന്ന അവരുടെ കീസ്റ്റോൺ സ്റ്റുഡിയോയിലെ താരമായ ഫ്രെഡ് മേസിനെ മാറ്റിസ്ഥാപിക്കാമെന്ന്. ചാപ്ലിൻ കീസ്റ്റോൺ കോമഡികൾ പരുക്കൻ്റെയും മുഴക്കത്തിൻ്റെയും അസംസ്കൃത മേളം ആണെന്ന് കരുതി. പക്ഷേ സിനിമകളിൽ പ്രവർത്തിക്കാനുള്ള ആശയം ഇഷ്ടപ്പെടുകയും യുക്തിസഹമായി പറഞ്ഞു. കൂടാതെ ഇത് ഒരു പുതിയ ജീവിതത്തെ അർത്ഥമാക്കും. അദ്ദേഹം കമ്പനിയുമായി കൂടിക്കാഴ്ച നടത്തുകയും 1913 സെപ്റ്റംബറിൽ ആഴ്ചയിൽ $150 കരാർ ഒപ്പിടുകയും ചെയ്തു. ഡിസംബർ 1 ലോസ് ആഞ്ചലസിൽ എത്തിയ ചാപ്ലിൻ 1914 ജനുവരി 5 കീസ്റ്റോൺ സ്റ്റുഡിയോയിൽ ജോലി ചെയ്യാൻ തുടങ്ങി.